ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ 3 കാർഡ്സാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് റിയൽ ലവ് ആണോ അല്ലയോ എന്നാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്തതിന് ശേഷം പുള്ളീനെ മനസ്സിലൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് കാർഡ്. ഈ ഒരു കാർഡിൽ പറയുന്നത് പുള്ളിക്ക് കൺഫ്യൂഷനാണ്. പുള്ളി ഒരു സ്വപ്നജീവിയാണ്, സ്വപ്ന ലോകത്താണ് പുള്ളി ജീവിക്കുന്നത്. ഇൻസ്റ്റാ റീല്, യൂട്യൂബിൻ്റെ അകത്തുള്ള പല റീൽസൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതിൻ്റെ അകത്തുള്ള കുട്ടികളോടൊക്കെ അങ്ങ് ക്രഷ് അടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്. ഈ വ്യക്തിക്ക് എന്താ പറയുന്നത്, ഒരു ടൈം പാസ് പോലെയാണ് റിലേഷൻഷിപ്സൊക്കെ കാണുന്നത്. ഒരു ഒരു റിയൽ ആയിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാലും പുള്ളിക്ക് അങ്ങ് കൺഫ്യൂഷനാണ്. പിന്നെ കുറച്ച് അധികം സൗന്ദര്യമുള്ള കുട്ടികളോട്, കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള കുട്ടികളോടൊക്കെ പെട്ടെന്ന് തന്നെ പുള്ളി അങ്ങോട്ടൊരു ചായ്വ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൊരു ആളാണ്. പിന്നെ എന്താ പറയുന്നത്, നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷേ എന്നാലും വേറൊരാളെ കാണുമ്പോൾ അയാളോടും ഇഷ്ടമുണ്ട്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഈ വ്യക്തി. നമുക്കിനി കാർഡ് നമ്പർ 2 നോക്കാം. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലവ് സീരിയസ് അല്ല, പുള്ളിക്ക് വേറെ റിലേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെ രണ്ടുപേരും എന്ത് ചെയ്യുന്ന അറിയോ, ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ പുള്ളിക്ക് നല്ല കഴിവാണ്. നിങ്ങളോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ 2 വള്ളത്തിൽ ഇങ്ങനെ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിപ്പോൾ ഈ ഒരു കാർഡിൽ നമുക്ക് പറയാൻ പോകുന്നത്. അതിനകത്ത് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, എന്നാൽ ചിലപ്പോൾ സമയത്ത് നിങ്ങളോട് ഭയങ്കര ഇമോഷണൽ കണക്ഷനൊക്കെ തോന്നുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ജെനുവിൻ അല്ല. ഇതിൽ ഒരു സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പും അല്ല, നിങ്ങളുടെ കല്യാണവും ഇല്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് കാർഡ് നമ്പർ 2. ഇനി നമ്മൾ കാർഡ് നമ്പർ 3 പോവുകയാണെങ്കിൽ ഈ ഒരു കാർഡിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു റിലേഷൻഷിപ്പ് വരുവാണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പ് നിൽക്കത്തില്ല. ആ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ എന്താവും, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി കടന്നു വരുവാണെങ്കിൽ തന്നെ അത് നിൽക്കത്തില്ല. അവർ ഫൈറ്റ് ചെയ്തിട്ട് അവരെന്താവും, സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സുദർശന ചക്രം പോലെ എന്ത് ചെയ്യും, ഈ ഫേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മാറ്റിക്കളയാൻ പറ്റും. അതൊക്കെ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു കഴിവാണത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രം മതി എന്നുള്ളതൊരു യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ ആര് വന്നാലും യൂണിവേഴ്സ് അതിനെ അലോ ചെയ്യുന്ന ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുന്നത്, വേറെ വരുവാണെങ്കിലും നിങ്ങളത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ തല്ലിപ്പിരിഞ്ഞ് പൊക്കോളും. നിങ്ങളിലോട്ട് തന്നെ നിങ്ങളുടെ വ്യക്തി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതുപോലുള്ള ടാരോട്ടിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.